നേരം വെളുക്കുന്നതിന് മുമ്പ് കൂവിയ കൊന്നുകളയും പന്നി. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. ദൈവമേ, ബാക്കാണല്ലോ കണി, അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. ഇത് കണിയല്ല, കെണിയാ. ഞാനിവിടെ ഇവനെങ്ങനെ അറിഞ്ഞു? ധനനഷ്ടവും മാനഹാനയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണ് ടീച്ചറാ ഞാൻ കണ്ടത്. ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണിയായിപ്പോ. ചെമ്പു, ഇങ്ങ് വാടാ. ചെമ്പു, ഇങ്ങ് വാടാ. ചെമ്പു, ഇങ്ങ് വാടാ. ഞാൻ ഇങ്ങ് വാടാ. ചിമ്പു, ஊர்ல இருந்து என்ன தேடி ஒரு ஆளு வந்து ரோட்ல முன்னாடி நிப்பண்டு. உங்க சொந்தக்காரனா? ஏய், சொந்தக்காரனൊന്നുമല്ല. പിന്നെ யார் உங்கள நண்பனா? നമ്പൻ. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ചിമ്പു, നീ പോയി അവൻകിட்ட ചൊല്ല്, അവൻ തേടി വന്ന இந்த பாசி നാട് വിട്ട് പോയാച്ചിന്ന്. சொல்றேன். ஆனா எனக்கு 3 வடை வாங்கி கொடுக்கறியா? 2 ഡയലോഗിന് എന്തിനാടാ 3 വട? ഒരു വടை. டேய் திருந்தோ. ഇത്ര പെരിയ പൊഴി ചൊല്ലുறதுக்கே ഒരു വടയാ? ശരി 2 വട. ഓക്കേ. പക്ഷേ അടുത്ത ബസ്സിൽ അവനെ കേറ്റി വിടണം. അടുത്ത ബസ്സിലാ? അടുത്ത ബസ്സിൽ ഞാൻ ആക്കി വരേ. நில்லு, போகாதீங்க இங்க வா. ஏய், நீ இந்த பஸ்ஸில் போக கூடாது, அடுத்த பஸ்ஸில் தான் போணும். அப்பதான் எனக்கு வடை கிடைக்கும். ரெண்டு பஸ் போகுது. கேட்டு விடு. போணும். இந்த பஸ் போகட்டும். நீங்க அந்த பாசிய தானே தேடுறது? பாசியா? உங்கள பிரண்டா ஒண்ணு மெனக்கெடுத்து போடும். போய் சொல்லக்கூடாது. உன் ஃப்ரெண்ட் பாசி உனக்கு தெரியாதா? ഏത് തെണ്ടിയത്? ഇത് വലിയ കുരിശായല്ലോ ചേട്ടാ. ഞാന് എന്റെ നാട്ടില് പുതുസ് അതങ്ങോട്ട് കളഞ്ഞു. എനിക്ക് ഇവിടെ ആരെയും അറിയില്ല. നാണ് കേരളത്തിൽ നിന്ന് വന്നത്. വെളിനാട്ടിൽ നിന്ന് വന്നത്. നാണ് റോമിംഗ്. എന്നടാ சொன்ன? ஏமாத்த பாக்கிடா திருட்டு மூஞ்சி. 2 വട കിടക്ക് വേണ്ട വിഷയടാ. ഇത് വലിയ കഷ്ടായല്ലോ. എനിക്ക് വടയും പാസി പണ്ടർന്ന് അറിഞ്ഞൂടാ. உங்களுக்கு தெரியாதா? பாரு, அங்கே பாரு. பாசி. யோ என் வேலை முடியல. நீ இப்ப பார்த்த பாசி இல்ல, அவர் இங்க இல்ல. அவர் இந்த ஊரை விட்டு போயாச்சு. ഇപ്പള് കണ്ടല്ല പാസിയ. കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ. ഇതെന്ത് പാശ കച്ചറ. ബാസി, ഇത് നിന്റെ വീടായിരുന്നോടാ? ബാസിക്കർ, നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്. എടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭുവൻ, നിന്റെ പഴയ പാർട്ട്ണർ ഭുവനചന്ദ്രൻ. ദൈവോടാ നിന്നെ എനിക്ക് കാണിച്ചെന്ന്. എടാ, പയ്യൻ വന്ന് വിളിച്ചില്ലായിരുന്നു ഞാൻ ആ ബസ്സിൽ കയറി പോയനടാ. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ. അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അവന്റെ ഒരു തമാശ. ബാസി, ഓസിന് താമസിക്കാൻ ഞാൻ സ്ഥലം അന്വേഷിച്ചെടുക്കായിരുന്നു. ശരിക്കും ദൈവമാടാ എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. ഇത് പിടിച്ചേ. എന്താടേ? സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പോടാ. ഞാൻ പോവില്ല. പോടാ. ഞാൻ പോയാലെങ്ങനെ? എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ചെയ്തു തീർക്കാൻ. പോടാ. പോവില്ല. അണ്ണാ, 2 വട. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ മുളച്ച് വട പോലെയാകും. 4 വട എടുത്തോ. എന്താ ഇത്? എനിക്ക് 2 വടയിൽ പോച്ചു പറ്റുമാ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ. ഉണ്ടെങ്കി കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും. അതുകൊണ്ടോ? ബാസി, ഇവിടെ ബാത്റൂം ഉണ്ടോടാ? എന്തിനാ? കുളിക്കാൻ. ഇതുപോലത്തെ അണ്ടർവെയർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ബാത്ത് ഡബ്ബി കുളിക്കാം. ബാത്ത് ടബ്ബാ? ഇതാണ് ഇവിടുത്തെ ബാത്ത് ടബ്. സകല അഴുക്കളും അടിയുന്ന ക്ലീൻ വാട്ടർ. അല്ല, എന്ന് മുതൽ തുടങ്ങിയ ശീലമൊക്കെ? ഏത്? പല്ലേപ്പ്. ആ വീട് വാടകയ്ക്കെടുത്തപ്പോ അതിലുണ്ടായ ഒരേ ഒരു ഫർണിച്ചർ ഈ ഉപയോഗിച്ച ബ്രഷാ. നിന്റെ കൂടെ കുറെ നാളും കൂടി നടന്നിരുന്നെങ്കിൽ ഈ ബ്രഷ് ഉപയോഗിക്കാനും പറ്റില്ലായിരുന്നു. നാട്ടുകാരെന്റെ പല്ല് മുഴുവനും തല്ലി തെറിപ്പിക്കില്ലായിരുന്നാ. പോടാ.
അതിരിക്കട്ടെ, നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന്റെ ഉദ്ദേശം എന്താണാവോ? നാട്ടില് നിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെ ഉള്ളവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. ഇത്തവണ എന്തായിരുന്നു ബിസിനസ്? നീ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പോലത്തെ ആപ്പൂപ്പ ബിസിനസ് ഒന്നും അല്ല. ഇതൊരു വലിയ കളിയാ. എന്താ ഉവ്വാ? കൊറേ സ്ഥലം ചുളുവിന് കിട്ടി. ഒരു 10-30 ഏക്കർ വരും. ഞാനതങ്ങോട്ട് വാങ്ങി. മറിച്ച് വിറ്റ ഒരു 1.5 കോടി കിട്ടും. വിഷുക്കോടിയാ ഓണക്കോടിയാ? അല്ല, 1.5 കോടി രൂപ. 1.5 കോടിയാ? അതേടാ. ആ സ്ഥലത്തിന്റെ പുറകിൽ ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നേരേക്ക് ആ സ്ഥലം ഒന്ന് വിൽക്കാനാ ഞാൻ വന്നത്. വാങ്ങാൻ ആള് റെഡിയാ. വേണമെങ്കിൽ നീയും കൂടിക്കോ. നല്ലൊരു തക ഞാൻ നിനക്കും തരാം. അപ്പൊ കണ്ടത് കെണിയായിരുന്നില്ല, നല്ലൊരു കണി തന്നെ ആയിരുന്നല്ലേ? അതേടാ. മുഖത്താണ് വൃത്തിട്ടൻ ഉമ്മാക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് പിണങ്ങി പിരിഞ്ഞു വെച്ച് പാർട്ട്നേഴ്സ് അല്ലാതെ ആവോ? നിന്റെ ഏത് ബിസിനസിനും ഞാൻ ഉണ്ടാവും കൂടെ. ആണാ? ഈ മുതുകങ്ങടെ തേക്കാൻ കയ്യെത്തണം. അയ്യോ, ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ തേച്ചു തരൂലേ? ഏതാ സ്ഥലം? കുറച്ചും കൂടി താഴെ. ഇതല്ല, പിന്നെ വാങ്ങിയ സ്ഥലം. ഓ, ആ 30 ഏക്കറാ? ഈ 30 ഏക്കർ സ്ഥലമാണോ നീ വാങ്ങിയത്? അതെ. നടുക്കൂടെ കനാൽ ഒഴുകുന്ന ഈ 30 ഏക്കർ സ്ഥലം തന്നെയാണോ നീ വാങ്ങിയത്? അതെ. നീ പാണ്ടിതുരെ എന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. കേട്ടിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ സ്ഥലം വാങ്ങില്ലായിരുന്നു. നീ കറുപ്പയ്യ സ്വാമി എന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. കേൾക്കണമായിരുന്നു. എങ്കിൽ ഈ പരിസരത്തേക്ക് പോലും നീ വരില്ലായിരുന്നു. ഈ 2 ചെകുത്താന്മാരും കൂടി എന്നും വെട്ടും കുത്തുക. അതിനകത്തുള്ള കനാലില്ലേ, അതിൽ നിന്നാണ് ഇവന്മാരുടെ 2ന്റെയും കൃഷി സ്ഥലത്തേക്കുള്ള വെള്ളം കിട്ടുന്നത്. പാണ്ടിതുര ആ സ്ഥലം കൈക്കലാക്കിയ കറുപ്പയ്യയുടെ കൃഷികരിയും, കറുപ്പയ്യ കൈക്കലാക്കിയ പാണ്ടിതുര മുടിയും. ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇവന്മാരുടെ ഇടയിൽ കിടന്ന് പെടാപ്പാട് വിടുകയായിരുന്നു. അങ്ങനെ 2 പേർക്കും വിൽക്കാനാവാതെ വന്നപ്പോഴാ ആ ഗൗണ്ടർ കേരളത്തിൽ വന്ന് ആ സ്ഥലം നിന്റെ തലയിൽ കെട്ടിവെച്ചത്. എന്നാലും ആ സ്ഥലം ഇത്ര കൃത്യമായിട്ട് നീ തന്നെ വാങ്ങി, കൃത്യമായിട്ട് നീ എന്റെ അടുത്ത് തന്നെ വന്നല്ലോടാ. എടാ, ഈ പറയുന്ന പാണ്ഡിതുരയും കറുപ്പയ്യസ്വാമിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? വേണ്ടടാ, പരിചയപ്പെടാൻ കൊള്ളാത്തനമാ. ആ സ്ഥലം വാങ്ങിയ നീയാണെന്ന് അറിഞ്ഞാലുണ്ടല്ല, അവന്മാരെ നിന്നെ വെട്ടിക്കൊല്ലും. അങ്ങനെ അങ്ങോട്ട് പേടിച്ച് മാറിക്കാൻ പറ്റില്ല എനിക്ക്. ആ സ്ഥലത്തിന് വേണ്ടി മുടക്കിയ പണം തിരിച്ചു കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതാണ് പാണ്ടിതുരയുടെ വീട്. നീ എന്തേ കാണിക്കുന്നേ? ഇവിടുത്തെ പണിക്കാരൊക്കെ താറുടുക്കണം. നിനക്ക് ഇവിടെയാണോ പണി? അതെ. എന്താ പണി? പണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കാലത്ത് ഇങ്ങോട്ട് വന്നാ മതി, പണി കിട്ടും. വാ. എന്തൊരു വലിയ വീടാ. ഈ വീടിന്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെത്താൻ ഓട്ടോറിക്ഷ പിടിച്ച് പോണല്ലോ. വാ. നീ പാണ്ഡിതുരയായിട്ട് എങ്ങനെയാ? എങ്ങനെയാണെന്നോ? രക്തബന്ധമാണടാ, രക്തബന്ധം. ആണോ? അണ്ണന്റെ അടികൊണ്ട് രക്തം ചിന്താത്ത ഒരു ദിവസം പോലും ഇല്ലടാ എനിക്ക്. അയാൾ എന്തിനാ കൊണ്ടുപോകുന്നത്? ചവിട്ടിക്കൂട്ടാൻ. നിർത്തലടാ. இந்த பொண்ணை நீ நேசிக்கிறியா? ஆனா இவ அப்பாவுக்கு அது பிடிக்கல. அவர் ஏன் ஆளு தெரியும்ல. நீ இந்த ஊரை விட்டே போயிடு. அது மட்டும் சொல்லாதீங்க, என் உயிரை அவ மேல வச்சிருக்கு. ஓ, அப்படியா? சின்னசாமி அண்ணே, அந்த தாலி அங்க வை. உனக்கு அவ்வளவு தைரியம் இருந்தா அவ கழுத்துல தாலி கட்டுறான். என்ன விட்டுடு, இந்த ஊரை விட்டு ஓடி போயிடு. தைரியம் இருந்த கட்டுறா. காளி ஐயா,
இவன் பொழைச்சா ஊரு கூட்டு போ, இல்லனா சுடுகாட்டுல தூக்கி போட்டுரு. சரிண்ணே. டேய், கேட்டா துப்பாக்கி நினைக்கும் போது தனியா வெடிச்சதுன்னு சொல்லணும், தெரியுதா? போ, போடா. ஏய், ஏய், ஏய். நீ எழுதுற கண்ணுல என் பூமியில விழக்கூடாது, நிறுத்து. அது போடு. யாரடா அவன்? ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാം. ഇപ്പൊ പോലെ പോയാ മുതുകത്ത് തൊള വീഴും. അണ്ണന്റെ തോക്കിന്റെ അകത്ത് ഇനി ഒരു ഉണ്ട കൂടി ബാക്കിയുണ്ട്. இங்க வா. ഇനി മടിച്ചു നിന്ന് അടുത്തത് വെടിയാ. டேய், வாடா. വാ. ഇയാൾക്ക് മനസ്സിലാക്കണോ ഞാനാണ് സ്ഥലത്തിന്റെ ഉടമന്ന്? എനിക്ക് പേടിയുണ്ട്. പൂന. டேய். ഇങ്ങ് വാ. ഇവിടെ നടന്നു. ചെല്ല്. யாரு? എന്റെ കൂട്ടുകാരനാ നൻപൻ, നാട്ടിന്ന് വന്നതാ. ஓ, என்ன ജോലിയെ തേടി വന്നിയാ? അല്ല, അതെ, ജോലി അന്വേഷിച്ച് വന്നതാ. ഓ, തൽക്കാലം ജോലിക്കാരനായിട്ട് നിന്ന ആധാരം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാം. டேய், இங்க வாடா. വേണ്ട. அடா, வாடா. ചെല്ല്. നിന്റെ നാട്ടുകാരനാ? അതെ. എന്താ ജോലി തരും? അങ്ങനെ ഒന്നുമില്ല, അവൻ എന്ത് പണിയും ചെയ്യും. ഓ, എന്ത് പറഞ്ഞാലും ചെയ്യോ? அப்படி ஓடு. ഈ പാസിനിന്റെ കൂട്ടുകാരനല്ലേ? അതെ. അവനാടി. ഏ, അവനാടറാ. ശരിക്കും അടി. അങ്ങനെ ചെയ്താലും എനിക്ക് ഇവിടെ ജോലി കിട്ടൂ. അടാ അവനെ. ഞാൻ അടിക്കാൻ പറഞ്ഞാൽ അടിക്കണോ? അത് കൂട്ടുകാരനായാലും ശരി, അപ്പനാണാലും ശരി. മനസ്സിലായോ? മനസ്സിലായി. ഇനി അടിക്കണോ സാറേ? പറയുന്നത് ചെയ്താ മതി, അധികം സംസാരിക്കരുത്. പുരിഞ്ചതാ? പൊരിഞ്ചത്. കാളേ அண்ணே, உன் பேர் என்ன? കാളി. அதான் பேரு. പാണ്ഡിതുരെ. அது என் பேரு. ബാസി. உன் பேர் என்ன? ഭുവൻ ചന്ദ്രൻ. ഭുവനേന്ദ്രൻ. இந்த பூர்ணச்சந்திரன் உங்க கூட்டத்துல சேர்த்துக்காங்க. തരാൻ എന്റെ ഒന്നുമില്ല. கைவேடா. இது என்னன்னு புரியுதா? அப்ப சொல்லு. അത്തല പിത്തല തവളാച്ചി മറിയം വന്ന് വിളക്കൂതി. டேய், நான் சொல்ற மாதிரி சொல்றா. என் உயிர் அண்ணனுக்கு, എൻ ഉയർ അണ്ണനുക്ക്, என் உடல் அண்ணனுக்கு എൻ ഉടൽ അണ്ണനുക്ക് நான் காதலிக்க மாட்டேன், ഞാൻ കാതലിക്ക മാട്ടെ, கல்யாணம் பண்ண மாட்டேன், ഞാൻ കല്യാണം പണ്ണ മാട്ടെ, സത്യപ്രതിജ്ഞ. நான் தப்பு பண்ணினா என் சாவு அண்ணன் கையால ஏத்துக்கிறேன். ഞാൻ തപ്പോണ് എൻ സവണ്ണ കയ്യിലെത്തിக்கிறேன். இது சத்தியம், ഇത് സത്യം, சத்தியம், സത്യം, சத்தியம். സത്യം. എന്താ ഇത്? 500ന്റെ ബൾബ് കത്തി നിക്കണ പോലെ. നീ ഈ പാണ്ടിപ്പടാന്ന് കേട്ടിട്ടുണ്ട? ഇല്ല. എന്നാ കേട്ടോ, ആ പാണ്ടിപ്പടയിലെ ഒരു അംഗമാണ് നീ ഇപ്പോ. ഞാനോ? പിന്നെ നീ എന്താ വിചാരിച്ചത്? സത്യപ്രതിജ്ഞ ചെയ്ത് നിന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കിയെന്ന? ഈ പാണ്ടിപ്പടാന്ന് പറഞ്ഞ പാണ്ഡിതൊരു അണ്ണന് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ചാവേർപ്പട. ഇതേപോലെ തെണ്ടിത്തിരിഞ്ഞു വരുന്നവന്മാരെ അവിടെ നിർത്തി തീറ്റിപ്പോറ്റു. ഈ നേർച്ച മൃഗങ്ങളെ വളർത്തൂലേ, അതുപോലെ അവസാനം കൊലക്ക് കൊടുക്കും. അയ്യോ, ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട. നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ എഴുന്നിട്ട് തല്ലുകൊള്ളാൻ പോകേണ്ടതാ. സത്യം. എന്താ ഒരു ശബ്ദം? ഞാൻ കോട്ടവായിട്ടതാ. എന്താ അത്? ഞാൻ തുമ്മിതാ. ഒന്നിട്ട് പോടാ. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കണത്? കണി വന്ന് കഥകി തട്ടി തുടങ്ങിയ കാര്യലാഭം, ധനയോഗം, ദാമ്പത്യ സുഖം എല്ലാമുള്ള നല്ല കണിയായിരിക്കണേ. ഹായ്, നല്ല ചിരിക്കണി. എന്താ പേര്? ഇയാള് പോയില്ലേ? ഇടി വരവ് വെച്ചു. വകുപ്പ് ഏതാണെന്ന് പറഞ്ഞില്ല. എവിടെയാവൻ? ഭുവനേന്ദ്രൻ. വകുപ്പ് മനസ്സിലായി. ഭുവനേന്ദ്ര, നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട്. നീ ഒപ്പിട്ട് കൈപ്പറ്റിക്കോ. ഞാൻ കൈപ്പറ്റി, നീ കൈപ്പറ്റ്. എന്ത് പാഴ്സലാടാ? ഇടിച്ചക്ക. ഇടിച്ചക്ക? അതേടാ, ഇടിച്ചക്ക. നിന്റെ കടച്ചക്കയും കൊണ്ട് ഞാൻ പോവൂ. വാടാ. ഞാനെന്തിനു വന്ന? ഞാൻ കൈപ്പറ്റിയതല്ലേ, പിന്നെ എന്തിനാ വന്നത്? ഇതാരിത്? ഇത്രയും പാർസലുണ്ടോ?
ആരെ പോവാന്ന് വിളിക്കണത്? ഉമാകാന്ത, 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 എന്ത് പറ്റിയടാ നിനക്ക്? എടാ, എന്നെ ആശുപത്രി കിടക്കാൻ സമ്മതിച്ചില്ലടാ. ഈ സ്ട്രെച്ചറും ഗ്ലൂക്കോസ് സൂപ്പിയും മരുന്നും ഒക്കെ ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന്. കയ്യിലെന്ത് പറ്റിയടാ? പഞ്ഞി? ഇത് വരുന്ന വഴിക്ക് ഡോക്ടർ തന്നതാ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ച ഇതിന്ന് അല്പം പഞ്ഞി എടുത്ത് മൂക്കിൽ വെച്ചോളാൻ പറഞ്ഞു. എന്നാലും എന്റെ കാൽപെരുമാറ്റം കേട്ടപ്പോ തന്നെ നിനക്കെന്നെ മനസ്സിലായല്ലോടാ. നീ എന്നെ ബുവാ ബുവാന്ന് വിളിച്ചല്ലോ. ഒന്ന് പോടാതേണ്ടി. നിന്നെ അവര് പെരുമാറുന്ന സമയത്ത് ഞാൻ ഡ്രൈവറോട് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാ പോവാ പോവാന്ന് പറഞ്ഞതാ. വെറുതെ അല്ലടാ പട്ടി നിന്നെ ആൾക്കാർ തെരഞ്ഞു പിടിച്ച് വെട്ടണത്. ആഹാ, ഉമ്മച്ചോ പൂവന വേണ്ടേ? വായോ, ഇപ്പൊ പിടുത്തം കിട്ടും. ഇത് വായിലിരുന്നോട്ടെ, കുറച്ച് മൂക്കിലെടുത്ത് വെച്ചു. ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ട്. എന്റെ പുറകെ വരരുത്, ഇവിടെ ആകെ പ്രശ്ന. എന്റെ കയ്യിൽ കാശ് കിട്ടട്ടെ, ഞാൻ ഉടനെ വീട്ടിലെത്തിക്കാം. എടാ, ആദ്യം നിന്നെ എന്റെ കയ്യിൽ കിട്ടട്ടെ, കാശ് വീട്ടിൽ കിട്ടും. ഉമ്മച്ചാ, ഈ നാടത്ര ശരിയല്ല. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇതിലും വലുതായിട്ട് ചങ്കിന് നേരെ വന്നിട്ടുണ്ട്, ഞാൻ അനങ്ങിയിട്ടില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഉമ്മച്ചാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓ, ആദ്യം അടി പിന്നെ ഡയലോഗ്, അതല്ലാണ് നമ്മുടെ സിസ്റ്റം. അതെ അതെ. ഉമ്മച്ച കേക്ക്. കേക്കാ? ഓ, തല്ലാൻ വരുന്നവന് ഇനി കേക്കും കൊണ്ടുവരാ. എടാ, മുട്ടനാടിന് അറക്കാൻ കൊണ്ടുപോകുമ്പോ ഞങ്ങള് പച്ചവെള്ളം കൊടുക്കുക. ഈ കിടക്കിന് നിന്നെ അറക്കാൻ കൊണ്ടുപോകുമ്പോ നീ കൊക്കോളോ ആയിരിക്കുമല്ലടാ. അതല്ല, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നോട് അനുവാദം ചോദിക്കുന്നു. രക്ഷപ്പെടാ വണ്ടി എടുത്തടാ. അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനാ? ആരുടെ അണ്ണൻ? അണ്ണാ കിട്ടിയാൻ കുത്തും. എന്നാ ഇവരാരടാ? കൊയ്ത്തുകാരാ? അരിവാളൊക്കെ ഉണ്ട്. കൊയ്ത്ത് മാത്രമല്ല, മെതിയുണ്ട്. ആദ്യം മെതിക്കും, പിന്നെ കൊയ്യും. തലയാ. നമ്മൾ വല്ല പരിചയമൊന്നും കാണിക്കണ്ടേ? ഞാൻ കാണിക്കും. സൈഡ് പ്ലീസ്. വാള് കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട, നമ്മുടെ വാളില്ലടാ. ഒരു പൈന്റ് വാങ്ങിച്ചു കൊടുത്ത് ഇവര് വെക്കും വാള്. എന്നടാ വിഷയം? നിലത്തിരുത്തണ അണ്ണാ. നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റിയാണ് തെറി പറഞ്ഞു. എന്നടാ എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? എന്നടാ? അയ്യോ, കത്തി മുറി. എണ്ണ 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 1 2 3 4 5. തമിഴിലും പറയാം. 1 2 3 4. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. ഞങ്ങളെല്ലാം ഒതേനന്റെ നാട്ടുകാരാ. ഒതേനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം, അത് പടയോട്ടം. നിന്റെയൊക്കെ അഭ്യാസം ഈ തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അപ്പ കാണിച്ച ഉമ്മച്ചൻ ആരാണെന്ന് അടിയടാ. ആശാനെ, ആശാൻ എന്താ ഇടിക്കാഞ്ഞേ? അവർ തമിഴന്മാരല്ലടാ. ഇനി മലയാളത്തിൽ ഇടിക്കാന്ന് ചോദിച്ചാൽ അവർക്ക് മലയാളം അറിയാനും പാടില്ല. അവന്മാരിടിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് തമിഴ് അറിയാല്ല. വണ്ടിക്കറി വണ്ടിക്കറി. അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. വണ്ടി എങ്ങോ പോയി ഇടിച്ചു. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ദൈവമേ, ഈ വണ്ടിക്ക് ഡ്രൈവർ ഇല്ലേ? അയ്യോ, ഇതിന് എഞ്ചിനും ഇല്ലേ? ഇല്ല, ബോഡി മാത്രമേ ഉള്ളൂ. ദേവിയെ, ഡെഡ് ബോഡി വരെ ഓടിച്ചിട്ട് ഇടിക്കാൻ തുടങ്ങി. ഡെഡ് ബോഡി നിന്റെ അച്ഛൻ. എന്തെങ്കിലും പറയാണ്ട് മുഖത്തോക്കി പറയണം. തല തിരിക്കാൻ പറ്റൂല, ഒരു വശത്തേക്ക് തല ചരിച്ചു വെച്ച് കെട്ടിരിക്കുക. കണ്ടപ്പോഴേ തോന്നി വശപ്പശ കാണുന്നു. തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ തന്നെ? ഭുവനചന്ദ്രന്റെ വീട്ടിലെ ഫോട്ടോ. താൻ ഭുവനചന്ദ്രന്റെ പഴയ പാർട്ട്ണറാണല്ലേ? അതെ. ഞാൻ പുതിയ പാർട്ട്ണർ. ഓ, വെട്ടുകൊണ്ട പാർട്ട്ണർ. അതെ. താൻ ചത്തില്ലല്ലേ? ഇല്ല, ചാവൂല. അവന്റെ പാർട്ട്ണർമാർ ആരും ഒറ്റ വെട്ടിന് ചാവൂല, ഇഞ്ചിഞ്ചായ ചാവൂ. താനിപ്പോ എത്ര ഇഞ്ച് ചത്തു? എനിക്ക് ഇഞ്ചല്ല, അടിക്കണക്കാ. ഓഹോ. വണക്കണ്ണ, അല്ല വണക്കം അണ്ണ. എന്താ പൊടി? എനിക്ക് വേണ്ട. പൊടിടാ. എന്നെക്കാളും പൊക്കോട്ട്. ഓ, നടാന്നും പറഞ്ഞ് നടുവിനാണ് ഇടിച്ചത്. വേണ്ട, ഞാൻ അപ്പുറത്തിരുന്നോളാം. താങ്ക്സ്. എന്തൊരു സ്പീഡല്ലേ. എന്നടാ, ഒരു അരുവ പിടിക്ക കൂടെ தெரியாதா? അല്ലണ്ണ, ബാലൻസ് കിട്ടണ്ട. സ്പീഡല്ലേ.
ചോര. ബാലൻസ് പോണതുകൊണ്ട് ടാറിട്ട് റോട്ടിൽ ഓടിക്കാൻ പറഞ്ഞു. എന്നടാ ഇതെല്ലാം പറയല്ലേ അണ്ണ. വരവഴിയിലെ ചിന്ന ഗലാട്ട നടന്നത് അതുക്കന്നെ இப்படி அடி வாங்கிட்டு வந்து நிப்பீங்களா? அறிவு கட்ட முண்டங்களா? டேய் விட வரும் வாடா വാ. നീ ഉണ്ടായിരുന്നു ഇതില്? ഞാനാ അടി തുടങ്ങി വെച്ചത്. പാരുകടാ പുതു ആള് എവിടെ നിൽക്കാൻ പാரு. അങ്ങനെ വേണോ? വേണ്ട. സോറി. പോടാ നായേ. നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ടത്. പോകാം. വീട്ടിലൊരു പ്രോപ്പർട്ടി വന്നിരിപ്പണ്ടേ. ഉമാകാന്ത, നിനക്ക് ഒട്ടും തലതിരിക്കാൻ പറ്റണല്ലോടാ. തല തിരിഞ്ഞവന്മാരുടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്ന ഏത് തിരിയുന്ന തലയും തിരിയാതാവും. തെരിയുമാ? என்னடா எப்ப பார்த்தாலும் என்ன பாக்குற? அந்த பக்கம் திரும்படா திருட்ட முண்டா. അയ്യോ മന്നിക്കണം അമ്മ മന്നിക്കണം. ഇന്റെ തല തിരിയാതെ. എടാ പൂവാ ഒന്ന് പിടിച്ചേ. ഈ വടക്കുമൊക്കെ എന്തത്തെ ഒന്ന് തെക്കോട്ട് തിരിച്ചിരുത്ത്. ശ്രദ്ധിച്ച്. പണിയെടുത്ത് ശീലമില്ലാത്ത ശരീരം. ഓക്കെ ഓക്കെ. തൊട്ടതല്ലേ കൈ എഴിയേക്കാം. ஏன்டா இப்படி பாக்குறது? பொம்பளை குளிக்க தெரியல. അയ്യോ മന്നിക്കണം അമ്മ. ഈ പണ്ടാറ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? ഇത് വടക്ക് നോക്കിയല്ല വിടക്ക് നോക്കിയന്ത്രം. ഇനി ഇവിടുന്ന് പോകുന്നത് വരെ എന്റെ മുഖത്തല്ലാതെ വേറെ എങ്ങും നോക്കരുത്. ഇതിലും വേറെ ശവത്തിന് കാവലിരിക്കണേണ്. സാരില്ല, 2 മണിക്കുള്ള ബസ് വരെ സഹിച്ചാ മതിയല്ല. 2 മണിക്കുള്ള ബസ്സിന് താൻ എങ്ങാട് പോണു? ഞാനല്ല, നീയാണ് പോണത്. ഞാനവിടെ പോണു. ഞാനെങ്ങും പോണില്ല. നീ പോണില്ലേ? എടാ നിന്നെ വെട്ടിയ ഗുണ്ടകൾ നിന്നെ തിരിച്ചറിഞ്ഞ പിന്നെ ഞങ്ങളുടെ ജീവനോട് അപകടത്തിലാവും. ഞാൻ ഇവിടെ വല്ല മുറിയിൽ ഇരുട്ടത്തിരുന്നോളാം. ഇരുട്ടത്തന്നെ ആരും കാണില്ലല്ല. ഇനി അഥവാ കണ്ടാ തന്നെ ബ്രേസീർ ഉണങ്ങാനിട്ടേക്കെന്ന് വിചാരിച്ചോളും. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. ഞാനാ? നീ ഉമ്മച്ചനെ തല്ലി നോവിച്ച് വിട്ടേക്കണത്. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആകെ കുഴപ്പാവും. ഇനിയിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. ആ കറുപ്പയസ്വാമിയുടെ കാക്കല് വീണ് നോക്കാം. എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടാതിരിക്കില്ല. പിന്നെ അയാൾക്ക് കറ്റമെതിക്കലല്ലേ പണി, കാലേന്ന് കച്ചിത്തുരുമ്പ് കിട്ടാൻ. നീ ആളുടെ വീടൊന്ന് കാണിച്ചതാ മതി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. കേട്ടോടാ ബാസി. കിടന്ന് തൊള്ളോർക്കാളാ. ഞാനാ? നീ മെത്തി മെത്തി സ്ഥലമെത്തി. എന്താ നിർത്തിയത്? ഇതാണ് കറുപ്പയ്യ സ്വാമിയുടെ വീട്. ശാപ്പതാളം വാസിക്കടാ. കുറുപ്പെന്ന അയാളുടെ ശരിക്കുള്ള പേര്. മലയാളിയാ. കുറുപ്പയ്യാന്ന് വിളിച്ച് വിളിച്ച് അത് കറുപ്പയ്യായി. പിന്നെ കറുപ്പയ്യ സ്വാമിയായി. ഭയങ്കരനാ. ഇയാള് സംഗീതവും നൃത്തമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു സാധുവായിട്ട് എനിക്ക് തോന്നണത്. സാധു? നീ ആ നൃത്തം ചെയ്യുന്നവന്റെ ചൂടുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. போதுங்க, அந்த விட்டுடுங்க. ഓടി ഉള്ള ഓ വേലേ പാരടി. ഇപ്പൊ പാരടി പാടാൻ പറഞ്ഞില്ലേ, അതാണ് കറുപ്പയ്യയുടെ ഭാര്യ. അതായത് പാണ്ഡിതുരയുടെ ചേച്ചി. ഈ കറുപ്പ് എങ്ങനെയാ പാണ്ഡിതുരയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചത്? അതായത് നിനക്കറിയാൻ പാടില്ലാത്ത വലിയൊരു സത്യമുണ്ട്. പാണ്ഡിതുരയുടെ അച്ഛൻ വലിയ പാണ്ഡി പാണ്ഡിതുരയേക്കാൾ വലിയ മണ്ടനായിരുന്നു. അയാളുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന കറുപ്പയ്യക്ക് അയാളുടെ മകളെ കെട്ടിച്ചു കൊടുത്തു. ഈ കല്യാണം പക്ഷെ പാണ്ഡിതുരക്ക് ഇഷ്ടപ്പെട്ടില്ല. അതോടെ ഏറ്റവും വലിയ വഴക്കായി. സാധാരണ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ പോകുന്നത് കൊടൈക്കനാലിലേക്കല്ലേ, പക്ഷെ കറുപ്പയ്യ പോയത് കോടതിയിലേക്കാ, സ്വത്തിന് വേണ്ടി. നിർത്തുകടാ മുരുക. രാഘവ, ഇനി സത്യം പറ. ആ 30 ഏക്കർ ഭൂമി ആരാ വാങ്ങിയേ? അയ്യോ എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? നിന്റെ വീടിന്റെ മുന്നിൽ ഒരു കേരള കാർ വന്നു നിന്നു. അതാ സ്ഥലം വാങ്ങാൻ വന്നവരല്ലേ? സത്യം പറ, ആരാ സ്ഥലം വാങ്ങിച്ചേ? സ്വാമി, ഞാൻ സത്യമാ പറഞ്ഞത്, എനിക്കറിയില്ല. എന്റെ അയ്യോ, ആ സ്ഥലം വാങ്ങിയത് ഏത് തെണ്ടിയായാലും അവന്റെ തലയിൽ ഇടുത്തി വീഴണേ. അപ്പൊ നീ സത്യം പറയില്ലല്ലേ വീരമണി? മുത്തായ്പ വേണോ സമം വേണോ? മുത്തായ്പ പോടാ മുരുക. സ്ഥലം മേടിക്കാൻ വല്ലവനും കാല് കൊള്ളാൻ ഞാനും. നീ കാറിലാണോ സ്ഥലം കാണാൻ വന്നത്? ആ പാവത്തിന്റെ വീടിന് മുന്നിലായിരിക്കും നീ കാറ് നിർത്തിയത്. അതിനാണ് ആ പാവത്തിനെ തീയിലിട്ട് നൃത്തം ചെയ്യിക്കുന്നത്. ഇനി പറ, നീയാണ് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തണം. നിനക്ക് നൃത്തം ചെയ്യണോ? മുങ്ങിയ
ഇനി എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടണല്ലടാ. ആരുടെ കാലിലാ വീഴേണ്ടത്, ഏത് ദൈവത്തെ വിളിക്കേണ്ടത്, ഒരു രൂപമില്ല. നിന്നെ സഹായിക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. കോളേജിൽ കടിക്കണ പട്ടിയാ, അല്ല കോളേജിൽ പഠിക്കണ കുട്ടിയാ. ഈ നാട്ടിൽ അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളത് അവൾക്കാ. അവള് വിചാരിച്ച നിന്നെ സഹായിക്കാൻ പറ്റും. ആരത്? കറുപ്പയ്യസ്വാമിയുടെ മകളാ. ഓ, എന്താ പേര്? പേര് മീല തുടങ്ങണത്, നായിൽ അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. മീന. മീന, അത് തന്നെ അത് തന്നെ മീന. അവസാനത്തെ കച്ചിത്തുരുമ്പാ.